സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മുൻ ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാസ്പർ മലയാളികർക്ക് ഏറെ സുപരിചിതയാണ്. കഴിഞ്ഞ ദിവസം അതായത് ജാസ്മിൻ 3 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്ത റീലായിരുന്നു ചർച്ചയും വിവാദമായതും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചിത്രീകരിച്ച റീലാണ് ജാസ്മിൻ പുതിയ വിവാദത്തിൽ കുടുക്കിയത്. കേരള സാരി ചുറ്റി ക്ഷേത്ര പരിസരത്തിലൂടെ നടക്കുന്നതും ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്നതുമായിരുന്നു ജാസ്മിന്റെ റീലിൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും ശ്രീകൃഷ്ണ വിഗ്രഹം ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിലും കാൽ കഴുകിയുമാണ് ജാസ്മിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിന് പരാതി നൽകിയത്. പല പരാതി പോലീസ് കോടതിക്ക് കൈമാറി എന്ന റിപ്പോർട്ടുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്നത് ജാസ്മിൻ റീലിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചർച്ചയായിരുന്നു. ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രക്കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ ജാസ്മിൻ എങ്ങനെ റീൽ പകർത്തി എന്നായിരുന്നു റീൽ കണ്ട എല്ലാവരുടെയും പ്രധാന സംശയം. അഹിന്ദുക്കൾക്ക് ഈ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇടയിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടത്. മതവികാരം വ്രണപ്പെടുത്തുന്നതെന്നും കലാപഹാരം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായേക്കും. മുമ്പും സമാനമായ രീതിയിൽ ഇതേ കുളത്തിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്ന് വീഡിയോ ചിത്രീകരിച്ചെടുക്കാതെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റീൽ വീഡിയോ വൈറലായതോടെ തൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് ജാസ്മിൻ ഇത് നീക്കം ചെയ്യുകയും ചെയ്തു. സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി അമ്പലവാസി പെൺകുട്ടിയാണ് റീലിൽ ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടത്. താരത്തിൻ്റെ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വീഡിയോയുടെ വൈറലായി വന്നിരുന്നു. മാത്രമല്ല മുസ്ലിം മതവിശ്വാസിയായ ജാസ്മിൻ പൊട്ട് വെച്ചതിനെ കുറിച്ച് വിമർശിച്ചും ചിലർ എത്തിയിരുന്നു. പിന്നാലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിന് ജാസ്മിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത പുറത്തുവന്നത്. 8 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ പേജും 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് ജാസ്മിൻ്റേത്. വിവാദത്തിൽ ജാസ്മിൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മതമൊന്നും ഒരു വിഷയമല്ല, പക്ഷേ നിയമം തെറ്റിക്കരുത്. ആരായാലും ഏത് ആരാധനമാകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായാലും ഇങ്ങനെ വിലക്കുള്ളിടത്ത് കയറരുത്. എല്ലാ മതത്തിലും അതിൻ്റേതായ ചിട്ടകളും ആചാരങ്ങളും ഉണ്ട്. ഭക്തി ഉള്ളതിനാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരുമാതിരി റീൽസ് ഉണ്ടാക്കാൻ കാശുണ്ടാക്കാൻ വേണ്ടി ആകുമ്പോൾ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. ഓരോ മതത്തിനും അതിൻ്റേതായ പവിത്രമുണ്ടെന്ന് അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു റീൽസും അനുവദിക്കരുത് എന്നിങ്ങനെ എല്ലാമായിരുന്നു വാർത്തയ്ക്ക് ലഭിച്ച പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ബിഗ് ബോസ് മലയാളം 6-ൽ സെക്കൻഡ് റണ്ണറപ്പായിരുന്നു ജാസ്മിൻ ജാഫർ. 3 വർഷത്തിലേറെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജാസ്മിൻ. ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദത്തിനും ജാസ്മിൻ ജാഫറിന്റെ പേരിലുണ്ടാകുന്നത്. കൊല്ലം സ്വദേശിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കൊച്ചിയിലേക്ക് താമസം മാറിയത്. വർക്കിനും മറ്റുമുള്ള സൗകര്യത്തിനും വേണ്ടി കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് താരം താമസിക്കുകയാണ്. ജാസ്മിന്റെ റീലുകൾക്കും വീഡിയോയ്ക്കും നിരവധി ആരാധകരുമുണ്ട്. ഓരോ റീലിനും മില്യൺ കണക്കിന് വ്യൂസും ലഭിക്കാറുണ്ട്.